കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിരയാണ്. പേവിഷബാധയുള്ള അക്രമകാരികളായ തെരുവ് നായകളെ കൊല്ലാം എന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അത് കർശനമായി തന്നെ നടപ്പാക്കണം എന്ന ആവശ്യമാണ് മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ വ്യക്തത തേടി സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോൾ വലിയ ഭീഷണി മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ ഭീഷണി വകവെക്കുന്നില്ല എന്ന് തുറന്നു പറയുന്നുണ്ട് അഡ്വക്കേറ്റ് P. ഇന്ദിര. ഇപ്പൊ 5 വർഷത്തിനിടെ 15 ലക്ഷത്തിലധികം പേർക്കാണ് കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ കടിയേറ്റിട്ടുള്ളത്. അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യണം? അത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കോടതി തന്നെ കഴിഞ്ഞ മെയ് 19 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെ കൊല്ലാം. പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ കൊല്ലാനുള്ള അനുമതി തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുന്ന ഒരു പ്രവണതയിൽ എത്തി നിൽക്കുന്ന ആ ഒരു പീക്ക് ടൈമിൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇതിന് പ്രതികരിച്ചേ പറ്റൂ, ജനങ്ങളോടൊപ്പം നിൽക്കുക. അപ്പോൾ ഒരു മൃഗസ്നേഹി എന്നോട് ചോദിച്ചതാണ്, ജനങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ടല്ലേ, വോട്ട് ലക്ഷ്യം വെച്ചിട്ടല്ലേ എന്നുള്ളത്. അല്ല, ജനങ്ങളുടെ ജീവൻ ലക്ഷ്യം വെച്ചിട്ടാണ്. നമ്മുടെ ലക്ഷ്യം ജനങ്ങൾക്ക് സമാധാനത്തോടെ റോഡിലൂടെ നടക്കാൻ പറ്റണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് നടന്നു പോകുമ്പോൾ ഓടിച്ചിട്ട് കടിക്കുക മാത്രമല്ല ചെയ്യുന്നത്. വീട്ടിൽ മതിൽ ചാടി തുള്ളി വന്നിട്ടാണ് ആ കുട്ടി അന്ന് കടിച്ചത്. അപ്പൊ അതിനൊരു നിയമം അനിവാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ കേസ് ഞാൻ അഡ്വക്കേറ്റ് ആരിസ് ബീരാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ശക്തമായ നിലപാട്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കണ്ണൂരിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് മേയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജവഹർ സ്റ്റേഡിയവും പഴയ ബസ് സ്റ്റാൻഡും. ഇത് രണ്ടും കേന്ദ്രീകരിച്ചുള്ള ബൃഹത്തായ പദ്ധതി ഉറപ്പായും നടപ്പാക്കും എന്ന് മേയർ പ്രഖ്യാപിക്കുന്നുണ്ട്. കാൽടെക്സിലുള്ള കെട്ടിടം അത് പൊളിച്ചു. അവിടെ പുതിയ പ്രൊജക്ടിന്റെ DPR പത്രത്തിൽ പരസ്യം കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സംവിധാനം വരും. അതോടൊപ്പം തന്നെ പഴയ ബസ് സ്റ്റാൻഡ്, ഈ പഴയ ബസ് സ്റ്റാൻഡും സ്റ്റേഡിയം കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതി ഞങ്ങൾ എന്തായാലും തുടക്കം കുറിച്ചിട്ടേ പോകും. പൂർത്തീകരിച്ച് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. നാളുകളിൽ അത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ അതൊരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയം നമ്മൾ കണ്ടല്ലോ. ജനങ്ങൾ ഫുട്ബോളിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞങ്ങൾ ആ വേൾഡ് കപ്പിൽ കണ്ടു. കാരണം ഞങ്ങൾ കണ്ണൂർ ദസറ നടത്തി പരിചയമുള്ള ആളുകളാണ്. ആ ദസറയിൽ വരുന്ന ഓഡിയൻസ് ഏത് തരത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഓഡിയൻസ് അല്ല ഞങ്ങൾ വേൾഡ് കപ്പിൽ കണ്ടത്. അത് എന്തായാലും ഡിഫറൻ്റ് ആണ്. കാരണം ഇത് വെറും എന്താ പറയുക, ന്യൂ ജെൻസാണ്, ജെൻസി അവരാണ് വന്നത്. പക്ഷെ ദസറ കാണാൻ അത്തരം ആളുകൾ കടന്നു വരാറില്ല. അപ്പോൾ നല്ല നല്ല കളികളും മത്സരങ്ങളും ഒക്കെ കണ്ണൂരിലേക്ക് വന്നാൽ നമ്മുടെ കുട്ടികൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അപ്പോൾ അവർക്ക് കണ്ണൂരിലെ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ലൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം തന്നെ അവിടെ വരണം. അതിന് അധികം ഫാസ്റ്റാക്കുന്നതിനേക്കാളും നല്ലത് ആ തരത്തിൽ ആലോചിച്ച് നല്ല ഒരു സ്റ്റേഡിയം അവിടെ കൊണ്ടുവരും. MP കൂടെ തന്നെ ഉണ്ട്, ഇപ്പം നമുക്ക് MLA ഉണ്ട്, നമ്മൾ മന്ത്രി ഭരണം ഞങ്ങളുടെ കൂടെയുണ്ട്, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഫണ്ടിങ് കിട്ടും. കണ്ണൂരിന്റെ ടൂറിസം ഹൃദയം കൂടിയാണ് പയ്യാമ്പലം. ആ പയ്യാമ്പലത്ത്
വലിയ മാറ്റം വരാൻ പോവുകയാണ്. അത് ഉറപ്പായും അടുത്ത കാലത്ത് തന്നെ നടക്കും എന്ന് മേയർ പറയുന്നുണ്ട്. പയ്യാമ്പലം ഡിവിഷനിലെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ആ പയ്യാമ്പലത്തിന്റെ ഒരു സമഗ്രമായ വികസനവും നമ്മുടെ മുന്നിലുണ്ട്. അത് പ്രത്യേകിച്ച് എൻ്റെ വാർഡായത് കൊണ്ട് മാത്രമല്ല, അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ്, നാളുകളിൽ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വികസനം, അതിലേക്കൂടെ ഏത് വഴി പോയാലും അവിടെ എത്തുമെന്നുള്ളതും ആ പോകുന്ന വഴിയൊക്കെ നന്നാക്കി കൊണ്ടുവെക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം. സാവോയുടെ മുമ്പിൽ അതും ഒരു നല്ല മാറ്റം വരാൻ പോവുകയാണ്. അവിടെ നല്ല ബ്യൂട്ടിഫിക്കേഷൻ, ഇനിയും ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ആ തരത്തിലൊരു ആകർഷണം, വിദേശികളെ എല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കോർപ്പറേഷൻ്റെതാണെങ്കിലും PTPCയുടേതാണെങ്കിലും റവന്യൂടേതാണെങ്കിലും ഇത് പൊതു ലക്ഷ്യമാണ്. നമുക്കിത് കോർപ്പറേഷൻ്റെതാക്കി വെച്ചിട്ട് ചെയ്യാനല്ല, DTPC അതല്ല, പൊതു ഒരു ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഞങ്ങൾ മന്ത്രിയുടെ ഡേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ആ പ്രൊജക്റ്റ് അദ്ദേഹത്തിന് സമർപ്പിക്കും. തളാപ്പിൽ ഒരു കൗൺസിലർ വ്യക്തിപരമായ രീതിയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചതിനെ നിശിതമായി വിമർശിക്കുകയാണ് മേയർ. ഇതൊക്കെയാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കണ്ണൂരിന്റെ സമഗ്ര വികസനം നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നും മേയർ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിരയുമായുള്ള കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.